അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് പിടിയിലായിരിക്കുന്നു. 13 വർഷത്തിന് ശേഷമാണ് സവാദ് പിടിയിലായിരിക്കുന്നത്. അധ്യാപകന്റെ കൈവെട്ടിയ പ്രതിയാണ് ഒന്നാം പ്രതി. 13 വർഷമായി ഒളിവിലായിരുന്ന പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സുവി വിശ്വനാഥ് വിവരങ്ങളുമായി ചേരുന്നു. സുവി, പിടികിട്ടാപ്പുള്ളി കൂടിയായിരുന്ന ഒന്നാം പ്രതി ഇത്രയും വർഷത്തിനു ശേഷം, കുറ്റകൃത്യം നടന്ന 2010 ശേഷം ഇത്രയും വർഷത്തിനു ശേഷം പിടിയിലാകുന്നത് എവിടെ വെച്ചിട്ടാണ്? വിവരങ്ങൾ എന്താണ്? അപർണ, കേരളത്തെ ഞെട്ടിച്ച കൈവെട്ട് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ വെച്ചാണ് ഇയാളെ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരിക്കുന്നത്. 13 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ കണ്ണൂരിൽ നിന്ന് തന്നെ ഇയാളെ പിടികൂടാൻ സാധിച്ചിരിക്കുകയാണ്. വിദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ തിരച്ചിലുകൾ ഇയാൾക്ക് വേണ്ടി നടത്തിയിരുന്നു. ചാരസംഘടനയായ റോ ഉൾപ്പെടെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടുകിട്ടിയിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ കണ്ണൂരിൽ വെച്ച് ഇയാൾ പിടിയിലായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 2010 ജൂലൈയിലാണ് ടി.ജെ. ജോസഫ്, മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയതിനു ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു. ആലുവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയി എന്നായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി പറഞ്ഞത്. ഇയാളുടെ കൈവശമായിരുന്നു ഈ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതുൾപ്പെടെ ഇപ്പോഴും NIAക്ക് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. 54 പ്രതികളുള്ള കേസാണ്. അതിൽ 18 പേരെ കോടതി വിട്ടയക്കുകയും മറ്റുള്ളവരെ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിലെ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തന്നെയാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ഇയാൾ ബംഗളൂരുവിലേക്ക് കടന്നു എന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ആ സാധ്യത അവിടെയെല്ലാം തന്നെ തിരച്ചിൽ നടത്തി. അതിനുശേഷം ഇയാളെ കേസിലെ മുഖ്യ സൂത്രധാരനായ നാസറിനോടൊപ്പം നേപ്പാളിൽ കണ്ടു എന്ന വിവരം NIAക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് നാസറിനെ പിടികൂടിയതിനു ശേഷം വലിയ ചോദ്യം ചെയ്യലുകളും മറ്റും നടത്തിയെങ്കിലും സവാദിനെ പിടികൂടാൻ സാധിച്ചില്ല. അവിടെ നിന്ന് നേപ്പാളിൽ നിന്ന് ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. അഫ്ഗാനിസ്ഥാൻ, ദുബായ്, കാനഡ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പലതവണ ദേശീയ അന്വേഷണ ഏജൻസി ഇയാൾക്ക് വേണ്ടി പുറപ്പെടുവിച്ചിരുന്നു. എങ്കിലൊന്നും തന്നെ ഇയാളെ വലയിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഇയാളെ പിടിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ നൽകും എന്ന ഒരു ഇനാമും ദേശീയ അന്വേഷണ ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോഴും പിടികൂടാൻ സാധിച്ചില്ല. ഒടുവിൽ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ണൂർ വെച്ച് സവാദിനെ പിടികൂടിയിരിക്കുകയാണ്. ഇനി ഇയാൾ വിചാരണ നേരിടേണ്ടി വരും. ഏതായാലും വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് ഈ കേസിൽ ഇപ്പോൾ NIAക്ക് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ഈ സവാദിനെ ദുബായിൽ വെച്ച് കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാൻ, ദുബായ് എന്നിവിടങ്ങളിലും സവാദിനെ കണ്ടെത്തിയതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു. നേപ്പാൾ, മലേഷ്യ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് NIAയും റോയും ഉൾപ്പെടെ വലിയ തോതിലുള്ള തെരച്ചിലുകൾ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഇയാൾ സിറിയയിലേക്ക് കടന്നു എന്നായിരുന്നു. ആ വിവരം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സവാദിനെ കണ്ണൂർ വെച്ച് പിടികൂടിയിരിക്കുന്നത്. അപർണ.